നമസ്കാരം. അതിനാടകീയമായി കിറ്റക് സാബു നയിക്കുന്ന 2020 ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായി പ്രഖ്യാപനമുണ്ടാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഞാനിന്ന് ചെയ്യുന്നത്. ആദ്യത്തെ 2 വീഡിയോകളും ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. എങ്ങനെയാണ് ഈ സഖ്യമുണ്ടായത്, അതിൻ്റെ പിന്നിലെ നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതാണ് ആദ്യ വീഡിയോ എങ്കിൽ, ബി.ജെ.പി 2020 സഖ്യം ഭാവിയിൽ എന്തുതരം മാറ്റമുണ്ടാക്കും, എന്താണ് ലക്ഷ്യം എന്നതിനെക്കുറിച്ചായിരിക്കും രണ്ടാമത്തെ വീഡിയോ. ഈ പ്രഖ്യാപനം നാടകീയമായി ഇവിടുത്തെ സാധാരണ മനുഷ്യർക്കും മാധ്യമപ്രവർത്തകർക്കും തോന്നിയെങ്കിൽ അവരുടെ കുഴപ്പമാണ്. അങ്ങനെ ഒരു നാടകീയതയും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനിതിൽ കാണുന്നില്ല. മുമ്പ് പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിരുന്നു. ഇത് വളരെ സ്വാഭാവികമായ ഒരു പരിണാമമാണ്. 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ടത് കോൺഗ്രസ് പാർട്ടിക്കെതിരായാണ്. കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് കിറ്റക്സ് കമ്പനിയെ സമാധാനത്തോടെ അവിടെ വാഴാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ടായപ്പോൾ ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നം രാഷ്ട്രീയമായി മാറുകയും അതിൻ്റെ സ്പോൺസർഷിപ്പ് ബെന്നി ബെഹനാൻ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ സഹികെട്ട് പഞ്ചായത്ത് തന്നെ പിടിച്ചെടുത്ത് പണി കൊടുക്കാൻ വേണ്ടി കിറ്റക് സാബു ഇറങ്ങിയപ്പോഴാണ് 2020 ഉണ്ടാവുന്നത്. വാസ്തവത്തിൽ CPM-ന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരുന്നു 2020യുടെ രംഗപ്രവേശം. എറണാകുളം ജില്ലയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും അടിത്തറയുള്ള പാർട്ടി. ആ എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെ പിടിച്ചെടുത്ത് 2020 ഒരു നിഷ്പക്ഷ മുഖത്തോടുകൂടി വളർന്നപ്പോൾ അതിൻ്റെ മൈലേജ് എടുക്കേണ്ടത് CPM ആയിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, പഴയ കോൺഗ്രസ്സുകാരനായ PV ശ്രീനിജൻ CPM-ലേക്ക് വന്നപ്പോൾ എന്താണോ കോൺഗ്രസ് പാർട്ടി കിറ്റക്സിനോട് ചെയ്തത്, അത് തന്നെ ശ്രീനിജിൻ്റെ നേതൃത്വത്തിൽ 2020യോട് ആവർത്തിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയാണ് 2020 CPM വിരോധികൾ കൂടിയായി മാറുന്നത്. അങ്ങനെ നിഷ്പക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി 2020 മാറിയപ്പോൾ ഈ 2 കൂട്ടരും ഒരുമിച്ച് ചേർന്ന് 2020 ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തീരുമാനിച്ചു. കിഴക്കമ്പലം പഞ്ചായത്ത് 2020യിൽ നിന്ന് പിടിച്ചെടുക്കാൻ വലിയ തോതിലുള്ള ഗൂഢാലോചന കോൺഗ്രസ് പാർട്ടിയും CPM-ഉം ഒരുമിച്ചെടുത്തു. അങ്ങനെ കോൺഗ്രസും CPM-ഉം കിഴക്കമ്പലത്ത് മത്സരിക്കാതെ അവരുടെ സ്ഥാനാർത്ഥികളെ സ്വതന്ത്രരായി നിർത്തി ഒരേ കാറിൽ 2 കൊടികളും സ്ഥാപിച്ച് അവർ സംയുക്തമായി പ്രചരണം നടത്തി. ആ സഖ്യത്തിലേക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടുകൂട്ടി, SDPI-യും വെൽഫെയർ പാർട്ടിയും അടക്കം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 2020യുടെ സീറ്റുകൾ കുറഞ്ഞു, ഭരണം നിലനിർത്തിയെങ്കിലും. മാത്രമല്ല, ഈ സഖ്യം 2020യുടെ കയ്യിലുണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ നഷ്ടപ്പെടുത്തി. പകരം പുതിയ 2 പഞ്ചായത്തുകൾ അവർക്ക് കിട്ടിയെങ്കിലും 2020ക്ക് അത് ക്ഷീണമായി. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇവർ എല്ലാം ഒരുമിച്ച് ചേർന്ന് ശ്വാസം മുട്ടിച്ചു കൊല്ലുമെന്ന് കിറ്റക് സാബുവിന് ബോധ്യമാകുന്നു. കിറ്റക് സാബു മുമ്പ് മുതലേ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ഓഫറുകളിൽ ഏറ്റവും ഫലപ്രദമായ ഒന്ന് ഏറ്റെടുക്കുന്നു. LDF-നോടോ UDF-നോടോ കൂട്ടുകൂടാൻ കഴിയുന്ന സാഹചര്യമില്ല. 2 പേരും ബദ്ധശത്രുക്കളായി മാറി. ഇതിന് സ്വാഭാവികമായും കിറ്റക് സാബുവിൻ്റെ മുമ്പിലുള്ള വഴി BJP സഖ്യം തന്നെയാണ്. ഔദ്യോഗികമായി ഈ സഖ്യത്തിൻ്റെ പ്രഖ്യാപനമുണ്ടാവുന്നത് ഇന്നലെയാണെങ്കിലും ഈ സഖ്യം രൂപപ്പെടുന്നത് മാസങ്ങൾക്ക് മുമ്പാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിലേക്ക് BJP കേന്ദ്ര നേതൃത്വം അയച്ചത് ഇവിടുത്തെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലല്ല. രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലെ രാഷ്ട്രീയം പോലും വ്യക്തമായി അറിയില്ലായിരുന്നു. BJPക്ക് ഓരോ സംസ്ഥാനത്തിനും വ്യക്തമായ ചില പദ്ധതികളുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം നോക്കിയാണ് അവരത് ചെയ്യുന്നത്. അവരുടെ പദ്ധതിക്ക് ഒപ്പം നിൽക്കാത്ത 2 സംസ്ഥാനങ്ങൾ അത് കേരളവും തമിഴ്നാടുമാണ്. കർണാടകയൊക്കെ മുമ്പ് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി BJPയെ കൊണ്ട് കൊടി പിടിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടി ശക്തമാണ്, ഭരിക്കുന്നെങ്കിലും BJP തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി. തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പടിപടിയായി ഉയർന്നു വരുന്നു. എന്നാൽ കേരളവും തമിഴ്നാടും അവർക്ക് അടുക്കാൻ കഴിയുന്നില്ല. ക്രിസ്ത്യൻ മജോറിറ്റിയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾ നിർണായകമായ ഗോവയിലുമൊക്കെ അവർ വളരെ തന്ത്രപൂർവമായ നീക്കങ്ങളിലൂടെ മുന്നേറ്റം നടത്തിയെങ്കിലും കേരളത്തിലും തമിഴ്നാട്ടിലും ക്ലച്ച് പിടിക്കുന്നില്ല. ബംഗാളിൽ പോലും ഏറ്റവും വലിയ 2ാമത്തെ പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞു. ഏറ്റവും വലിയ 2ാമത്തെ പാർട്ടിയായി മാറുക എന്ന ദൗത്യം ഒരു തരത്തിലും സാധിക്കാതെ പോയത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. അതുകൊണ്ട് 2ഇടത്തും വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജി അവർ രൂപം കൊടുക്കുന്നു. അങ്ങനെയാണ് അണ്ണാമലയെ അവർ IPS ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ദ്രാവിഡ രാഷ്ട്രീയമാണ് തമിഴിൻ്റെ രാഷ്ട്രീയം.
ആ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് വളരാൻ കഴിയില്ല. അതുകൊണ്ട് തനിത്തമിഴനായ അണ്ണാമലയിലൂടെ പടിപടിയായി തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ദേശീയ ബോധത്തിൽ മാറ്റം വരുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. സമയമെടുക്കും. എന്നാൽ കേരളത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇവിടെ ശക്തമായ ജാതി മത വിവേചനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ രാഷ്ട്രീയ വോട്ട് ബാങ്കുകളിലുണ്ട്. ആ വോട്ട് ബാങ്കുകൾ ഇവിടെയുള്ള LDFും UDFും കൃത്യമായി വീതിച്ചെടുക്കുന്നു. BJPയിലേക്ക് വരുന്നത് വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ പ്രൊഫഷണൽ ആളുകൾ, അതായത് എല്ലാം നന്നായി നടക്കണം, ഗുഡ് ഗവേണൻസ് എന്ന സങ്കല്പത്തിൽ എല്ലാം ശരിയായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അത് വളർന്നു വരുന്നു. എന്ന് വെച്ചാൽ അരാഷ്ട്രീയവാദികൾ വളർന്നു വരുന്നു. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്കും 2020 പോലുള്ള പാർട്ടിക്കും മറ്റു പല ചെറിയ പാർട്ടികൾക്കും കേരളത്തിൽ സ്പേസ് ഉണ്ടാകുന്നത്. അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഷയിൽ അരാഷ്ട്രീയമാണ്. ഈ അരാഷ്ട്രീയവാദികളുടെ എണ്ണം കൂടുന്നു, അവർക്കൊരു സ്പേസ് ഉണ്ട്. ഈ ചർച്ച ആരംഭിച്ചത് ഇന്നോ ഇന്നലെയല്ല. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഒരു തിരിച്ചടിയുടെ പ്രതിഫലനമല്ല. ഇത് കഴിഞ്ഞ കുറേ കാലമായി ഈ ഒരു പ്രൊഫഷണൽ ചർച്ച നടന്നു വരുന്നു. 2020 സാരഥിയായ സാബു ജേക്കബ് ഒന്നിലധികം തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും ചർച്ച നടത്തിയിരുന്നു. രാജ്യസഭാംഗത്വം അടക്കമുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തെങ്കിലും തിരസ്കരിച്ചു. എന്നിട്ട് നാടകീയമായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ NDA പ്രഖ്യാപനം എന്ന തരത്തിലേക്ക് പോയി. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് സാബു ജേക്കബ് തയ്യാറാക്കിയ വലിയൊരു പദ്ധതി മോദി നേരിട്ട് വായിക്കുകയും അതിൽ ചില ചർച്ചകൾ നടത്തുകയും ഇതായിരിക്കും കേരളത്തിൽ ഇനി BJP 2020 സഖ്യം തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുമ്പോൾ മുമ്പിൽ നിർത്തുന്നത് എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇത് നിശ്ചയിച്ച് വെച്ചതാണ്. ആകെപ്പാടെ കിറ്റക് സാബിന് ഒരു ചെറിയ ക്ഷീണമുണ്ടായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയാണ്. വാസ്തവത്തിൽ സംസ്ഥാന വ്യാപകമായി കുറി സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരത്തിനിറങ്ങിയത് ഈ 2020 സ്വാധീനം വലിയ തോതിൽ വളർന്നിരിക്കുന്നു എന്ന് തെളിയിക്കാനായിരുന്നു. എന്നാൽ കൊച്ചി നഗരസഭയിലടക്കം വലിയ സ്വാധീനം തെളിയിക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും 4 പഞ്ചായത്തുകളുടെ ഭരണം ഉറപ്പിച്ചു. വലിയ തോതിൽ 2020ലേക്ക് അംഗങ്ങളെത്തി. ഇതൊക്കെ വെച്ച് കൃത്യമായൊരു ധാരണയിൽ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പദ്ധതി കൂടി അമിത്ഷായും മോദിയും രൂപം കൊടുത്തിരുന്നു. ആ പദ്ധതി ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുകയായിരുന്നു. ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. തരൂരിന് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ട്. ആ സ്വീകാര്യത ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി സ്വതന്ത്രമായി ഉണ്ടാക്കുക. ആ പാർട്ടിയിലേക്ക് ഹിന്ദു വോട്ടുകളും ഒപ്പം പ്രൊഫഷണൽ വോട്ടുകളും എത്തും. 2020 ക്രൈസ്തവ പ്രൊഫഷണൽ പിന്തുണയും ശശി തരൂരിൻ്റെ പ്രൊഫഷണൽ ഹിന്ദു പിന്തുണയും, അങ്ങനെ 2 സഖ്യകക്ഷികളെ ഉണ്ടാക്കി. ഈ 2 സഖ്യകക്ഷികളും BJPയും കൂടി ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പദ്ധതിക്കായിരുന്നു രൂപം കൊടുത്തിരുന്നത്. എന്നാൽ ഈ ആപത്ത് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങി. രാഹുൽ ഗാന്ധിയും തരൂരും തമ്മിൽ അത്ര രസത്തിലല്ല. രാഹുൽ ഗാന്ധി തരൂരിനെ ഗവനിക്കാറില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും തരൂരിനോട് ഇഷ്ടമല്ല. കൃത്യമായ സ്ട്രാറ്റജിയിലോട് ചോദിച്ചു വാങ്ങിയതാണ് വർക്കിംഗ് കമ്മിറ്റി അംഗത്വം. ആ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ കോൺഗ്രസിനെ പൂർണ്ണമായും അവഗണിക്കാൻ കഴിയില്ല. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവരെ രംഗത്തിറക്കി ഇടയ്ക്കിടെ തെറി വിളിച്ച് തരൂർ പാർട്ടി വിട്ടു പോകാനുള്ള നീക്കമൊക്കെ അവർ നടത്തിയിരുന്നു. അങ്ങനെ നീക്കം നടക്കുമ്പോഴും തരൂരിനും BJP നേതൃത്വത്തിനും തമ്മിൽ ചില ധാരണാപശകൾ ഉണ്ടാവുന്നു. അതായത് തരൂരിനെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ കേന്ദ്രീകരിക്കാൻ താല്പര്യമുണ്ട്. BJP മോദിക്ക് തരൂരിനെ അങ്ങ് കൊണ്ടുപോകാനാണ് താല്പര്യം. ഈ ഒരു താല്പര്യക്കുറവും കൃത്യമായ ഒരു തീരുമാനമെടുക്കാനുള്ള വൈകല്യമൊക്കെ തുടരുന്നതിനിടയിൽ ഈ അപകടം തിരിച്ചറിഞ്ഞ കോൺഗ്രസ് പാർട്ടി വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങി തരൂരുമായി ചർച്ച നടത്തി തൽക്കാലം പിടിച്ചു നിർത്തിയിരിക്കുന്നു. തരൂരിന് മുഖ്യമന്ത്രി ആവണം എന്ന വാശിയൊന്നുമില്ല, പക്ഷെ അവഗണിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തരൂരിന് ഈ പാർട്ടി വിട്ടു പോവേണ്ടി വരും എന്നത് വാസ്തവമാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തരൂർ നേതൃത്വം കൊടുക്കുന്ന ഫ്രാക്ഷൻ BJP സഖ്യത്തിലേക്ക് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇടയ്ക്ക് വെച്ച് തരൂർ പിന്മാറിയതാണ്. ആ പിന്മാറ്റത്തിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഇടയ്ക്ക് വെച്ച് പിന്മാറി. അതൊരു സ്ഥിരം പിന്മാറ്റമായി കണക്കാക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ അതിനുശേഷമോ തരൂർ ഈ സഖ്യത്തിലേക്ക് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ അതങ്ങ് അവസാനിക്കാനും പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഈ സഖ്യം കൊണ്ട് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവുന്നത് 2 നേതാക്കൾക്കാണ്. നിലവിൽ CPMൻ്റെ MLA ആയിരിക്കുന്ന PV ശ്രീനിജനും ശ്രീനിജൻ കഷ്ടി തോൽപ്പിച്ച കോൺഗ്രസ് നേതാവ് VP സജീന്ദ്രനും. VP സജീന്ദ്രൻ സ്വന്തമായി കുന്നത്നാട് മണ്ഡലം കൈവശം വെച്ചതാണ്. 2717 വോട്ടിനാണ് ശ്രീനിജൻ അത് നേടിയെടുത്തത്. കുന്നത്നാടുകാർ ശ്രീനിജനെ ഇതിനോടകം വെറുത്തു തുടങ്ങി. ശ്രീനിജന് ഇനി സാധ്യതയൊന്നുമില്ല. എന്നാൽ VP സജീന്ദ്രൻ ഈ പ്രത്യേക സാഹചര്യത്തിൽ ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു.
എന്നാൽ സജീന്ദ്രന് തിരിച്ചടിയാവും 2020 സ്ഥാനാർത്ഥിക്ക് BJPയുടെ പിന്തുണ കൂടി ഉണ്ടാവുമ്പോൾ. വലിയ തോതിൽ അത് സജീന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. സജീന്ദ്രന് നല്ലത് അടൂർ പോലെ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് മാറി മത്സരിക്കുന്നതായിരിക്കും. 2020 നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി 2020 ലേബലിൽ ജയിച്ച ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ 2020 തന്നെ നിലനിൽക്കുമോ എന്നതാണ്. കാരണം 2020 എന്ന് പറയുന്നൊരു ബദൽ രാഷ്ട്രീയമായതുകൊണ്ട് അങ്ങോട്ട് വന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് BJP സഖ്യത്തിൻ്റെ ഭാഗമായി തുടരാൻ കഴിയുമോ? അങ്ങനെ വന്നാൽ അത് 2020ക്കും BJP സഖ്യത്തിനും തിരിച്ചടിയാവും. എത്ര പേർ വിട്ടുപോകുന്നു എന്നത് നിർണായകമാണ്. 1-2 പേരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. വലിയ തോതിൽ 2020 നിന്നും ഒരു വിട്ടുപോകലുണ്ടായാൽ അത് വലിയ തിരിച്ചടിയായി മാറും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ PV ശ്രീനിജൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ശ്രീനിജൻ്റെ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഇപ്പോൾ കിട്ടിയത് NDA മുന്നണിക്കൊപ്പം സഹകരിക്കാൻ കഴിയാത്ത പഞ്ചായത്ത് അംഗങ്ങളോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് സാബു ജേക്കബ്. സ്ഥിരീകരിക്കാൻ കഴിയാത്ത റിപ്പോർട്ടാണ് എങ്കിലും 2020 ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാർക്ക് സാബുവിൻ്റെ വർഗീയ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ ധൈര്യമായി സ്ഥലം MLA എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ വരാവുന്നതാണ്. നിയമപരമായ എല്ലാ സഹായങ്ങൾക്കും കൂടെ ഉണ്ടാകും ഞാനും എൻ്റെ പാർട്ടിയും. ഇതാണ് ശ്രീനിജൻ്റെ ഒന്നാം തരം കുത്തിത്തിരിപ്പ്. 2020യും BJPയും തമ്മിലുള്ള സഖ്യത്തോട് വിയോജിപ്പുള്ളവർ നിങ്ങൾ രാജിവെച്ച് പോയിക്കോളൂ എന്ന നിലപാട് 2020 എടുക്കുമ്പോൾ രാജിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അംഗത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ശ്രീനിജൻ കാത്തിരിപ്പുണ്ട്. ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ പോർവിളിക്കും പുതിയ യുദ്ധമുഖത്തിനും കാരണമായി മാറാം. ഈ നീക്കത്തിൽ ചമ്മിപ്പോകുന്ന ചിലരുണ്ട്. കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരുന്ന അവിടുത്തെ പ്രാദേശിക BJPക്കാർ. BJPക്ക് വലിയ പ്രാധാന്യമൊന്നും അവിടങ്ങളിലില്ല. CPMും കോൺഗ്രസും 2020ക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ മുതലാളി എന്ന് പറഞ്ഞുകൊണ്ട് BJPയിലെ ചിലരും ആഞ്ഞടിക്കാൻ രംഗത്തെത്തിയിരുന്നു. അവരൊക്കെ ഇനി എന്ത് ചെയ്യും? അവരൊക്കെ എങ്ങനെ പറഞ്ഞ വാക്കുകൾ വിഴുങ്ങും എന്ന പ്രശ്നവും ബാക്കിയാവുകയാണ്. എന്തായാലും 2020യും BJPയും തമ്മിലുള്ള സഖ്യം എറണാകുളം രാഷ്ട്രീയത്തെ ഏതു തരത്തിൽ ബാധിക്കുമെന്നറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം. 2020 BJP സഖ്യത്തെക്കുറിച്ച് വിനോദ് B നായർ എഴുതിയൊരു കുറിപ്പ് പ്രസക്തമാണ്. അതുകൂടി കേൾക്കുക. കേരള രാഷ്ട്രീയം 2.0. സാബു ജേക്കബ് NDAയിൽ ചേരുമ്പോൾ അണിയറയിൽ സംഭവിക്കുന്നത് കേവലം സഖ്യമല്ല, ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ്. 2020 NDAയുടെ ഭാഗമാകുന്നു എന്ന വാർത്ത കേരള രാഷ്ട്രീയത്തിലെ പരമ്പരാഗത സമവാക്യങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഈ നീക്കത്തെ കീറിമുറിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 5 കൃത്യമായ അജണ്ടകളാണ്. ഇതൊരു സാധാരണ കൂടിച്ചേരലല്ല, മറിച്ച് സർവൈവൽ, സ്ട്രാറ്റജി, സിനർജി എന്നിവയുടെ കൃത്യമായ മിശ്രണമാണ്. വിശദമായി പരിശോധിക്കാം. 1. അതിജീവനം എന്ന സർവൈവൽ ഗെയിം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 തകർക്കാൻ LDFും UDFും ഒന്നിച്ചു ചേർന്നത് നാം കണ്ടതാണ്. ഒറ്റയ്ക്ക് നിന്നാൽ 2 വമ്പൻ സ്രാവുകൾക്കിടയിൽപ്പെട്ട് തൻ്റെ പ്രസ്ഥാനം ഇല്ലാതാകുമെന്ന് സാബു ജേക്കബ് തിരിച്ചറിഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുമായി കൈകോർക്കുന്നത് 2020ക്ക് നൽകുന്ന ആവശ്യമായ രാഷ്ട്രീയ കവചം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഷീൽഡാണ്. 2. ടെക്നോക്രാറ്റുകളുടെ CEO സ്റ്റൈൽ ഭരണം. ഇത് രാഷ്ട്രീയക്കാരൻ്റെയും വ്യവസ്ഥയുടെയും സഖ്യമല്ല, മറിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ടെക്നോക്രാറ്റും സാബു ജേക്കബിനെ പോലെ കോർപ്പറേറ്റ് ലീഡറും ഒന്നിക്കുന്നു. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രൊഫഷണൽ ഗവേണൻസ് ആണ്. രാഷ്ട്രീയം തൊഴിലാക്കിയവർക്ക് പകരം പ്രൊഫഷണലുകൾ ഭരിക്കട്ടെ എന്ന സന്ദേശം മധ്യവർഗത്തെയും നഗര വോട്ടർമാരെയും കാര്യമായി സ്വാധീനിക്കും. 3. യുവാക്കളും രാഷ്ട്രീയ വോട്ടർമാരും. ദ യൂത്ത് ആൻഡ് ന്യൂട്രൽ ഫാക്ടർ. കേരളത്തിലെ വലിയൊരു വിഭാഗം യുവാക്കൾക്ക് പരമ്പരാഗത രാഷ്ട്രീയത്തോട് ഹർത്താൽ, അക്രമം, അഴിമതി വെറുപ്പാണ്. അവർ ആഗ്രഹിക്കുന്നത് തൊഴിലും ജീവിത നിലവാരവുമാണ്. നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് മുന്നിൽ ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമെന്ന് പറയാൻ ഈ സഖ്യത്തിന് സാധിക്കും. രാഷ്ട്രീയം വേണ്ട, വികസനം മതി എന്ന് ചിന്തിക്കുന്ന നിഷ്പക്ഷ വോട്ടർമാരെ, സൈലന്റ് മജോറിറ്റിയെ ഇത് ആകർഷിക്കും. 4. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ വിള്ളൽ. NDA കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണയായിരുന്നു. സാബു ജേക്കബ് എന്ന വിശ്വസ്ത മുഖത്തിലൂടെ ആ വിടവ് നികത്താം. കിഴക്കമ്പലം മോഡൽ വികസന കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ച് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കാമെന്ന വാഗ്ദാനം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കും. 5. തിരുവനന്തപുരം നൽകിയ ആത്മവിശ്വാസം. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ NDAയുടെ ചരിത്ര വിജയം നൽകിയ സന്ദേശം വ്യക്തമാണ്. മാറ്റം സാധ്യമാണ്. ആ വിജയമാണ് സാബു ജേക്കബിനെ പോലൊരാളെ ഈ സഖ്യത്തിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരാൻ പ്രേരിപ്പിച്ചത്. ചുരുക്കത്തിൽ ഇതോടെ കേരളത്തിലെ ദ്വിമുന്നണി LDF UDF സംവിധാനം വെല്ലുവിളിക്കപ്പെടുകയാണ്. 2026 നമ്മൾ കാണാൻ പോകുന്ന രാഷ്ട്രീയക്കാർ ഒരു വശത്തും വികസനവാദികൾ മറുവശത്തും നിൽക്കുന്ന ഒരു ത്രികോണ മത്സരമായിരിക്കും. കാത്തിരിക്കാം ഔട്ട്കമ്മിന് വേണ്ടി.